ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു നിൽസ് അക്കാദമി. നമ്മൾ ഇന്ന് നമ്മുടെ KWAന്റെ ഇൻഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പാർട്ടിൽ നമ്മൾ ഹൈഡ്രജൻ അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രജൻ എന്നുള്ള ഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും ഹൈഡ്രജന്റെ നമ്മൾ നോട്ട്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലെ. ഹൈഡ്രജനുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഭാഗങ്ങൾ അല്ലെ, ഹൈഡ്രജന്റെ ഭാഗങ്ങൾ നമ്മൾ ഏതൊക്കെയാ ഡിസ്കസ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ തന്നെ ഹൈഡ്രജൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അത് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് എലമെന്റ് ആണ് പീരിയോഡിക് ടേബിളില്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ് അല്ലെ. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലെ, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ് അല്ലെ. അതിന്റെ പീരീഡ്, അതുപോലെ അതിന്റെ ഗ്രൂപ്പ്, ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്? ഹൈഡ്രജന്റെ ഡിസ്കവറി, ആരാണ് ഹൈഡ്രജനെ കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ് ആണ് അല്ലെ. എപ്പോഴായിരുന്നു അല്ലെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് ഹൈഡ്രജനില് ഒരു പ്രോട്ടോൺ ആണ് ഉണ്ടാവുന്നത് ഹൈഡ്രജനില് അല്ലെ. ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജന്റെ ആ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രജന്റെ റിസംബ്ലൻസ് ആണ് നമ്മൾ നോക്കിയത്. റിസംബ്ലൻസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസ് ആയിട്ടും ഹാലജൻ, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഹൈഡ്രജന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും അല്ലെ. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഓർഡർലെസ് ആണ്, കളർലെസ് ആയിട്ടുള്ള ആളാണ്, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഓക്കെ അല്ലെ. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ആള് ഇലക്ട്രോണെ ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ഇലക്ട്രോണിനെ സ്വീകരിക്കാനും അല്ലെ, H+ഉം H- ബിഹേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജനും തമ്മിലുള്ള ആ ഒരു കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് വഴിയായിരിക്കും അല്ലെ. സോ ഏറ്റവും കൂടുതൽ നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി കൊടുക്കേണ്ടത് ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്യാനാണ്? ഈ ഹൈഡ്രജനും തമ്മിലുള്ള ഈ ഒരു ബോണ്ട് അല്ലെ, കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ അല്ലെ. ഹൈഡ്രജന് എത്ര ഐസോടോപ്പുകൾ ഉണ്ട് നമ്മൾ പഠിച്ചു? 3 ഐസോടോപ്പുകളാണുള്ളത് അല്ലെ. ഏതൊക്കെയായിരുന്നു? പ്രോട്ടിയം 1h1 പ്രോട്ടിയം ഉണ്ട്, 1h2 ഡ്യൂട്ടീരിയം ഉണ്ട്, ആൻഡ് 1h3 ട്രിഷിയം ഉണ്ട്. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളായിരുന്നല്ലോ അല്ലെ. പിന്നെ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ അല്ലെ. പ്രിപ്പറേഷൻ പറയുമ്പോൾ നമ്മൾ ലബോറട്ടറി പ്രിപ്പറേഷനിൽ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ സിങ്കും സോഡിയം ഹൈഡ്രോക്സൈഡും വെച്ചിട്ടുള്ള നമ്മൾ സോഡിയം സിങ്കേറ്റ് ഒക്കെ കിട്ടുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡൈഹൈഡ്രജന്റെ യൂസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, കുറെ കാര്യങ്ങൾ, ഒരു 5-6 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡൈഹൈഡ്രജൻ ആസ് എ ഫ്യൂൽ അല്ലെ, ഹൈഡ്രജൻ ഇക്കോണമി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണേ. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വാട്ടർ. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അതാണ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് വാട്ടർ അല്ലെ? എന്താണ് വാട്ടർ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. വാട്ടർ ഇല്ലാത്ത ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ജീവിതം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല അല്ലെ. എല്ലാ കാര്യത്തിനും അല്ലെ, ഒരു നേരം കുറച്ച് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം അല്ലെ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്ക് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവതാളത്തിലാകും അല്ലെ. നമുക്ക് ചിന്തിച്ചറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ വെള്ളം അല്ലെ, ഒരു തുള്ളി വെള്ളം കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. വെള്ളം കൂടിക്കഴിഞ്ഞാലും അല്ലെ, വെള്ളപ്പൊക്കം, പ്രളയം അല്ലെ, നമുക്ക് പേടിയാണല്ലേ. ഓക്കെ, അപ്പൊ വാട്ടർ, അപ്പൊ അത്തരത്തിലുള്ള ഈ വെള്ളത്തിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ കാണുന്നതല്ലാതെ വെള്ളത്തിന് കുറെ വേറെ സവിശേഷതകളുണ്ട് അല്ലെ. നമ്മുടെ കെമിസ്ട്രി പരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെള്ളത്തിന് ധാരാളം സവിശേഷതകൾ, അല്ലെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം നമുക്ക് ധാരാളം നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. ഓക്കെ അല്ലെ. അപ്പൊ നമുക്ക് വാട്ടറിലേക്ക് ഒന്ന് പോയാലോ, നമുക്കൊന്ന് എത്തി നോക്കിയാലോ അല്ലെ. എന്താണ് വാട്ടർ, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓക്കെ അല്ലെ. അപ്പൊ വാട്ടർ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ എ മേജർ പാർട്ട് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ അല്ലെ. നമ്മുടെ ലിവിങ് ഓർഗാനിസത്തില് ഒരു ഭൂരിഭാഗം ലിവിങ് ഓർഗാനിസം നമ്മൾ മേഡ് ചെയ്തിരിക്കുന്നത് വാട്ടർ കൊണ്ടാണ്. ഹ്യൂമൻ ബോഡി ഹാസ് അബൌട്ട് 65% ആൻഡ് സം പ്ലാന്റ്സ് ഹാസ് മച്ച് ആസ് 95% ഓഫ് വാട്ടർ. എന്താണ് പറയുന്നത്? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ
അല്ലെ ഹ്യൂമൻ ബോഡിയിൽ 65% അതേപോലെ ചില പ്ലാന്റ്സിൽ മോർ ദാൻ 95% അല്ലെ 95% കൂടുതലും എന്താണുള്ളത്, വാട്ടർ ആണ് ഉള്ളത്. ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ കോമ്പൗണ്ട് ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലൈഫ് ഫോംസ്. അല്ലെ നമ്മുടെ എല്ലാ ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രൂഷ്യൽ ആയിട്ട് വേണ്ട ഒരു കോമ്പൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, ഈ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇറ്റ് ഈസ് എ സോൾവെന്റ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ധാരാളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സോൾവെന്റ് കൂടിയാണ് ഈ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറേ കാര്യങ്ങൾ അല്ലെ, കുറേ കാര്യങ്ങൾ പറയാം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 65% വാട്ടർ ആണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ മോർ ദാൻ 95% വാട്ടർ ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോകാം അല്ലെ. വാട്ടറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന നോക്കി എന്തൊക്കെയായിരിക്കും വാട്ടറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കി. യെസ്, വാട്ടറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിയോ നിങ്ങൾ. വാട്ടറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കി. യെസ്, അപ്പൊ എല്ലാവരും വാട്ടറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിയിട്ടുണ്ടാവില്ലേ. വാട്ടറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയല്ലേ. യെസ്, ഇറ്റ് ഈസ് എ കളർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ലിക്വിഡ്. അല്ലെ, നമുക്ക് വാട്ടറിന് ഒരു കളർ ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന നിറമാണ് വാട്ടർ നിന്ന്? ഇല്ല, നമ്മൾ പൊതുവെ പറയും വെള്ള നിറം എന്നൊക്കെ നമ്മൾ പറയൂലേ. ആക്ച്വലി ഇറ്റ് ഈസ് കളർലെസ് അല്ലെ, അതൊരു കളർലെസ് ആയിട്ടുള്ള. ടേസ്റ്റ് ഉണ്ടോ വാട്ടറിന്? നമ്മൾ കുറച്ച് മധുരം കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അതിന് ടേസ്റ്റ് ഉണ്ടാവുക അല്ലെ. അല്ലാതെ ഒറിജിനൽ പ്യുവർ വാട്ടറിന് ടേസ്റ്റ് ഉണ്ടോ? ഒരിക്കലും ടേസ്റ്റ് ഇല്ല അല്ലെ. അപ്പൊ ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് വാട്ടർ എന്ന് പറയുന്നത് അല്ലെ. ദ അൺയൂഷ്വൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഇൻ ദ കണ്ടൻസ്ഡ് ഫേസ്. കണ്ടൻസ്ഡ് ഫേസ് എന്ന് പറയുമ്പോൾ ലിക്വിഡോ സോളിഡോ, ലിക്വിഡ് ആൻഡ് സോളിഡ് ആ ഒരു ഫേസ് ഇല്ലേ, അതാണ് കണ്ടൻസ്ഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർ ഡ്യൂ ടു ദ presence of extensive hydrogen bonding between water molecules. അപ്പൊ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് ഈ വാട്ടറിന്റെ അൺയൂഷ്വൽ പ്രോപ്പർട്ടീസിന് കുറച്ച് കാരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ വാട്ടറിന് കുറച്ച് അൺയൂഷ്വൽ പ്രോപ്പർട്ടീസ് ഉണ്ട് നമുക്ക് മനസ്സിലായില്ലേ. വാട്ടറിന് അൺയൂഷ്വൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ വാട്ടറിന്റെ അൺയൂഷ്വൽ പ്രോപ്പർട്ടീസിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിന്റെ ഉള്ളിലുള്ള ആ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇനി വാട്ടറിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് ആണ്, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്, സർഫസ് ടെൻഷൻ ഉണ്ട്, ഡൈപോൾ മൊമെന്റ് ഉണ്ട്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ട് വെൻ കമ്പയർഡ് ടു അതർ ലിക്വിഡ്സ്. അപ്പൊ മറ്റ് ലിക്വിഡുകളെ വെച്ച്, മറ്റ് ദ്രാവകങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിന്റെ ഹൈ സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കും, തെർമൽ കണ്ടക്ടിവിറ്റി ഹൈ ആയിരിക്കും, സർഫസ് ടെൻഷൻ ഉണ്ടായിരിക്കും, ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇതെല്ലാം എന്തായിരിക്കും? മറ്റ് ലിക്വിഡിനെ അപേക്ഷിച്ചുകൊണ്ട് ഹൈ ആയിരിക്കും. ഇറ്റ് ഈസ് എൻ എക്സലന്റ് സോൾവെന്റ്. സോൾവെന്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാലേ, നമ്മൾ ലായകം എന്നൊക്കെ പറയൂലേ. നമ്മളിപ്പം പഞ്ചസാര വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ വെള്ളമായിരിക്കില്ലേ അവിടെ നമ്മൾ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഷുഗർ സൊല്യൂഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതൊരു എക്സലന്റ് ആയിട്ടുള്ള സോൾവെന്റ് ആണ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അയോൺസ് ആൻഡ് മോളിക്യൂൾസ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ മെറ്റാബോളിസം. അപ്പൊ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും മെറ്റാബോളിസത്തിന് ആവശ്യമായിട്ടുള്ള അയോണുകളുടെയും മോളിക്യൂൾസിന്റെയും ട്രാൻസ്പോർട്ടേഷന് വേണ്ട ഒരു എക്സലന്റ് സോൾവെന്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പ്ലാന്റ് മെറ്റാബോളിസം ഒക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ നമ്മുടെ 10ാം ക്ലാസ്
അല്ലെ? ബയോളജി ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെ ഒക്കെ മെറ്റാബോളിസം, അതിൽ ഈ അയോൺസിന്റെയും മോളിക്യൂൾസിന്റെ ഒക്കെ ട്രാൻസ്പോർട്ട് അല്ലെ? ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ അവിടെ നമ്മൾ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മറ്റാരെയുമല്ല, ഈ വാട്ടറിനെയാണ്. ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് പോളാർ മോളിക്യൂൾസ്, ഈവൻ കോവാലന്റ് കോമ്പൗണ്ട്സ് ലൈക്ക് ആൽക്കഹോൾ ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഡിസോൾവ് ഇൻ വാട്ടർ അല്ലെ? അപ്പൊ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം, ഡ്യൂ ടു ദ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് പോളാർ മോളിക്യൂൾസ്, അപ്പൊ ഹൈഡ്രജന് അല്ലെ ഹൈഡ്രജൻ ബോണ്ടിങ് വഴി പോളാർ മോളിക്യൂൾസ് ഫോം ചെയ്യാൻ സാധിക്കും അല്ലെ? അപ്പൊ ഈ പോളാർ മോളിക്യൂൾസ് കാരണം ഈവൻ കോവാലന്റ് കോമ്പൗണ്ട്സ് ലൈക്ക് ആൽക്കഹോൾസ്, കാർബോഹൈഡ്രേറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ അല്ലെ? അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഇത് കളർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്. അതുപോലെ തന്നെ ഹൈഡ്രജന്റെ ഈ ഒരു അൺയൂഷ്വൽ പ്രോപ്പർട്ടീസിന് കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതുപോലെ നമ്മുടെ വാട്ടറിന് മറ്റുള്ള ലിക്വിഡ്സിനെ അപേക്ഷിച്ചുകൊണ്ട് അവരുടെ സർഫസ് ടെൻഷൻ, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെ, അതുപോലെ ഡൈപോൾ മൊമെന്റ്, തെർമൽ കണ്ടക്ടിവിറ്റി ഇതെല്ലാം വളരെ കൂടുതലായിരിക്കും. അതൊരു എക്സലന്റ് സോൾവെന്റ് ആണ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അയോൺസ്. അയോണുകളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ട ഒരു എക്സലന്റ് സോൾവെന്റ് ആണ് അല്ലെ? അതുപോലെ തന്നെ അതിന്റെ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം അത് പോളാർ മോളിക്യൂൾസ് ഫോം ചെയ്യും. ഓക്കെ അല്ലെ? ഇനി വാട്ടറിന്റെ സ്ട്രക്ചർ നോക്കി. വാട്ടറിന്റെ സ്ട്രക്ചർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? വാട്ടറിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? വാട്ടറിന്റെ സ്ട്രക്ചർ നോക്കി. യെസ്, സ്ട്രക്ചർ ഓഫ് വാട്ടർ എന്താണ്? ഇൻ ദ ഗ്യാസ് ഫേസ്, അപ്പൊ വിത്ത് എ ബോണ്ട് ആംഗിൾ ഓഫ് 104. ഗ്യാസ് ഫേസിൽ നമ്മുടെ എന്തായിട്ട് ഒരു ബെൻഡ് ഷേപ്പിലാണ് നമ്മൾ വാട്ടർ ഉണ്ടാവുന്നത് അല്ലെ? ബെൻഡ് ഷേപ്പിലായിരിക്കും വാട്ടർ ഉണ്ടാവുന്നത്. ബെൻഡ് ഷേപ്പിൽ എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ. ബെൻഡ് ഷേപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇതാ ഇങ്ങനെ അല്ലെ? നമ്മുടെ ഇങ്ങനെ H2O അല്ലെ? അപ്പൊ H2 ഓക്സിജൻ ഇവിടെയും, ഇവിടെ ഒരു ഹൈഡ്രജൻ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ. ഓക്കെ, ഈ ഒരു ബോണ്ട് ആംഗിൾ ആണ് എത്ര എന്ന് പറഞ്ഞിട്ടുള്ളത്? 104.5 ഡിഗ്രി. ഓക്കെ അല്ലെ? അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ 2 ലോൺ പെയേഴ്സ് ഉണ്ടെന്ന് ഓർത്ത് വെക്കണം, ഓക്സിജന്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ്? ബോണ്ട് ആംഗിൾ വന്നിട്ട് 104.5 ഡിഗ്രി ആണ്. OHന്റെ ബോണ്ട് ലെങ്ത്, OH എന്ന് പറയുമ്പോൾ ഈ ഒരു ബോണ്ട് ലെങ്ത് ഇല്ലേ? ഈ ഒരു ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 95.7 പൈക്കോമീറ്റർ ആണ്. ഓക്കെ അല്ലെ? ഇറ്റ് ഈസ് എ ഹൈലി പോളാർ മോളിക്യൂൾ അല്ലെ? അതൊരു ഹൈലി പോളാർ മോളിക്യൂൾ ആണ്. അതുപോലെ തന്നെ ഇൻ ദ ലിക്വിഡ് ഫേസ് വാട്ടർ മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ സോളിഡ് ഫേസിൽ എങ്ങനെയായിരിക്കും? സോളിഡ് ഫേസിൽ വന്നിട്ട് ലിക്വിഡ് ഫേസും ഗ്യാസ് ഫേസും അല്ലെ? ഗ്യാസ് ഫേസിൽ വന്നിട്ടാണ് ഇതൊരു ബെൻഡ് മോളിക്യൂൾ ആയിട്ട് അല്ലെ? ബെൻഡ് മോളിക്യൂൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. എന്നാൽ ലിക്വിഡ് ഫേസിൽ വന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ബോണ്ടുകൾ അസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. പിടികിട്ടിയോ? അപ്പൊ പറഞ്ഞത് ഗ്യാസ് ഫേസും ലിക്വിഡ് ഫേസ് ആണ്. ഗ്യാസ് ഫേസിൽ ബെൻഡ് മോളിക്യൂൾ ആയിട്ട് വരുന്നു. എന്നാൽ ലിക്വിഡ് ഫേസിൽ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ബോണ്ട് ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലെ? ലിക്വിഡ് ഫേസിൽ അവര് ആ വാട്ടർ മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതൊരു ഹൈലി പോളാർ ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. അതിന്റെ ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്ത്തും ഒന്ന് ഓർത്ത് വെച്ചോളണം. ഓക്കെ ആണല്ലോ? അടുത്ത ഭാഗത്തേക്ക് പോകാമല്ലോ അല്ലെ? യെസ്, അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഐസ് ആണ് അല്ലെ? ഐസ് നിങ്ങൾക്ക് ഏവർക്കും അല്ലെ അറിയായിരിക്കും അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ ഐസ് എന്ന് പറയുന്നത്. ഐസിന്റെ സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സൂം ചെയ്യുന്നില്ല അധികം. Structure of ice. Ice has a highly ordered 3-dimensional hydrogen bonded structure. അല്ലെ? 3-dimensional ആയിട്ടുള്ള 3D ആയിട്ടുള്ള അല്ലെ? ഒരു ഹൈഡ്രജൻ ബോണ്ടഡ് സ്ട്രക്ചർ ആണ് അല്ലെ നമ്മുടെ ഐസ് ഉണ്ടായിരിക്കുന്നത്. Of ice crystals with the X-ray shows that each oxygen atoms surrounded tetrahedrally by 4 other oxygen atoms at a distance of 276 picometer. അപ്പൊ നമ്മള് ഈ ഐസ് ക്രിസ്റ്റൽസ് നമ്മൾ ഒന്നുകൂടി ഒന്ന് കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓക്സിജൻ ആറ്റത്തിന്റെ ചുറ്റും 4 ഓക്സിജൻ ആറ്റംസ്. അപ്പൊ ഓരോ ഓക്സിജൻ ആറ്റത്തിന് ചുറ്റും മറ്റ് 4 ഓക്സിജൻ ആറ്റംസ് എന്ത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ആ ഒരു ബോണ്ട് ലെങ്ത്. ഓക്കെ അല്ലെ? മനസ്സിലായോ? ഇനി ഹൈഡ്രജൻ ബോണ്ടിങ് ഗീവ്സ് ഐസ് എ റാദർ ഓപ്പൺ ടൈപ്പ് സ്ട്രക്ചർ വിത്ത് വൈഡ് ഹോൾസ്. ദീസ് ഹോൾസ് ക്യാൻ ഹോൾഡ് സം അതർ മോളിക്യൂൾസ് ഓഫ് അപ്രോപ്രിയേറ്റ് സൈസ് ഇന്റർസ്റ്റീഷ്യലി.
ഓക്കെ അല്ലേ? അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ്, ഈ ഐസിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ടൈപ്പ് സ്ട്രക്ചർ ആയിരിക്കും. അവിടെ വൈഡ് ആയിട്ടുള്ള ഹോൾസ് ഉണ്ടായിരിക്കും. ആ ഹോൾസിൽ നമുക്ക് അതിന് അപ്രോപ്രിയേറ്റ് സൈസ് ആയിട്ടുള്ള മറ്റു മോളിക്യൂൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ഐസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഹൈലി ഓർഡേർഡ് ആയിട്ടുള്ള ഒരു ഹൈ ഓർഡർ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഹൈലി ഓർഡേർഡ് ആയിട്ടുള്ള ഒരു 3 ഡയമെൻഷണൽ ഹൈഡ്രജൻ ബോണ്ടഡ് സ്ട്രക്ചർ ആണ് ഐസിനുള്ളത്. ഓക്കെ അല്ലേ? ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വാട്ടർ എന്ന് പറയുന്നത് ചിലർ ചോദിക്കും അസിഡിക് ആണോ ബേസിക് ആണോ എന്നൊക്കെ ചോദിക്കില്ലേ, അതോ ന്യൂട്രൽ ആണോ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പൊ വാട്ടർ എന്ന് പറയുന്നത് ആംഫോടെറിക് ഇൻ നേച്ചർ ആണ്. എന്താണ് ഈ ആംഫോടെറിക് എന്ന് പറയുന്നത്? യെസ്, ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ആക്ട് ആസ് ആൻ ആസിഡ് ആസ് വെൽ ആസ് എ ബേസ്. ഇറ്റ് ബിഹേവ്സ് ആസ് ആൻ ആംഫോടെറിക് സബ്സ്റ്റൻസ്. ഓക്കെ അല്ലെ? അപ്പൊ ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ കഴിവുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ആണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ആംഫോടെറിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ പറഞ്ഞു കഴിഞ്ഞ കാര്യം? ഓക്കെ. അപ്പൊ എല്ലാവരും നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ, ആസിഡ് എന്ന് വാട്ടർ ആസിഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ ചില റിയാക്ഷനിലെ വാട്ടർ ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വാട്ടറിന് ആംഫോടെറിക് നേച്ചർ ആണുള്ളത് അല്ലെ. നമ്മൾ ആംഫീബിയൻസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ ആംഫീബിയൻസ് എന്ന് വിളിക്കുക അല്ലെ. അതേപോലെ തന്നെയാണ് ആംഫോടെറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആസിഡ് ആയിട്ടും ആസ് വെൽ ആസ് ബേസ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ കഴിവുള്ളവരെ, ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ആംഫോടെറിക് നേച്ചർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ വാട്ടറിന് ആ ഒരു നേച്ചർ ഉണ്ട്. ഇൻ ദ ബ്രോൺസ്റ്റഡ് സെൻസ്, നമ്മൾ ബ്രോൺസ്റ്റഡ് സെൻസിൽ നിങ്ങൾ ഈ ആസിഡും ബേസ് ഒക്കെ നമ്മൾ ആസിഡ് ബേസ് നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. എന്തിനും നിങ്ങൾ 6ാം ക്ലാസ് തൊട്ട് നമ്മൾ ആസിഡ് ബേസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണല്ലേ. അതൊരു 10ഒക്കെ എത്തുന്ന സമയത്ത് നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ നമ്മൾ ലൂയിസ് ബേസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ എന്താണ് ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്, പിന്നെ എന്താ പറയാ അരീനിയസ് കോൺസെപ്റ്റ് അല്ലെ. ഇവരൊക്കെ ആസിഡിനും ബേസിനും ഓരോരോ ഡെഫിനിഷൻസ് തന്നിട്ടുള്ള ആൾക്കാരാണല്ലേ. അതില് നമ്മൾ ഒരു ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റില് നമുക്ക് ആസിഡിനെ നമുക്ക് ഒരു രീതിയിൽ പറയാം. ഓക്കെ, NH3 റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആസിഡ് ആയിട്ട് ബിഹേവ് ചെയ്യുകയും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ, അതായത് നമ്മുടെ H2S ഹൈഡ്രജൻ സൾഫൈഡ് ആണ് H2S റിയാക്ട് ചെയ്യുന്ന സമയത്ത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ആര്? നമ്മുടെ വാട്ടർ. അപ്പൊ ഇത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ H2O എന്ന് പറയുന്നതാണ് നമ്മുടെ വാട്ടർ. അത് ആസിഡ് ആയിട്ടുള്ള അല്ലെ NH3 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? ഈ H2O എന്ത് ചെയ്യുന്നു? ഒരു ഹൈഡ്രജനെ വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് OH- ആയിട്ട് മാറുന്നു. ഈ NH3 എന്ത് ചെയ്യുന്നു? ആ വിട്ടുകൊടുത്ത H+നെ സ്വീകരിച്ചിട്ട് NH4+ ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലെ? അപ്പൊ ഈ ബ്രോൺസ്റ്റഡിന്റെ സെൻസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഇതൊരു ആസിഡ് ആയിട്ടാണ് H2O ഇവിടെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാം. ഓക്കെ അല്ലെ? H2O ഒരു ആസിഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാം. പിടികിട്ടിയോ? അപ്പൊ ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? H+നെ എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു അല്ലെ. H+നെ ഡൊണേറ്റ് ചെയ്തു. ഓക്കെ അല്ലെ? എന്ത് ചെയ്തു? H+നെ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്തത് അല്ലെ. ഇനി എന്തുണ്ടാവുന്നത് ഇവിടെ? അടുത്ത ഭാഗത്ത് എന്തുണ്ടാവുന്നു? ഹൈഡ്രജൻ സൾഫൈഡുമായിട്ട് H2O റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ഹൈഡ്രജൻ സൾഫൈഡിൽ നിന്നും ഒരു ഹൈഡ്രജൻ പോകുന്നു. ആ ഹൈഡ്രജനെ H2O സ്വീകരിക്കുന്നു. അപ്പൊ H+നെ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ H+ ഡൊണേറ്റ് ചെയ്യുന്നു, H+നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലെ? അപ്പൊ പ്രോട്ടോൺ ഡൊണേഷനും പ്രോട്ടോൺ ആക്സെപ്ഷനും. ഓക്കെ അല്ലെ? അപ്പൊ പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്തപ്പോൾ അയാൾ എന്തായിട്ട് മാറി അല്ലെ? പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്തപ്പോൾ അയാൾ ആസിഡ് ആയിട്ടും പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ അയാൾ ബേസ് ആയിട്ടും മാറി. ഓക്കെ അല്ലെ? മനസ്സിലായല്ലോ? അപ്പൊ NH3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബേസ് ആയിട്ടും, NH3 ആയിട്ട് റിയാക്ഷൻ വരുമ്പോൾ ആസിഡ് ആയിട്ടും, H2S ആയിട്ട് റിയാക്ഷൻ വരുമ്പോൾ ബേസ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. ഓക്കെ അല്ലെ? അപ്പൊ H+നെ വിട്ടുകൊടുക്കുന്നു, പ്രോട്ടോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് ആസിഡ് ആകുന്നു, പ്രോട്ടോണിനെ സ്വീകരിച്ചുകൊണ്ട് ബേസ് ആകുന്നു. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞു കഴിഞ്ഞ കാര്യം?
ഓക്കെ അല്ലെ. അപ്പൊ ഇതാണ് ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ബിഹേവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു നേച്ചർ ആസിഡിനുണ്ട്, സോറി നമ്മുടെ വാട്ടറിനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലെ. അപ്പൊ ഒരേ ആള് എന്ന് പറഞ്ഞാൽ ഒരേ വാട്ടർ തന്നെയാണ് ഓരോ റിയാക്ഷനിലും ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ പിടികിട്ടിയല്ലേ? അതുകൊണ്ടാണ് അതിനെ ആംഫോടെറിക് നേച്ചർ എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ. യെസ്. അടുത്താണ് ദ ഓട്ടോ പ്രോട്ടോലൈസിസ്. എന്താണ് ഓട്ടോ പ്രോട്ടോലൈസിസ് എന്ന് പറഞ്ഞാൽ? സെൽഫ് അയോണൈസേഷൻ എന്ന് പറയും. അതായത് ദ സെൽഫ് അയോണൈസേഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് ആസ് ഫോളോസ്. സെൽഫ് അയോണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, നമ്മുടെ H2O-യും H2O-യും കൂടി ചേർന്നിട്ട് H3O+ഉം OH- ഉണ്ടാകുന്നു. ഓക്കെ അല്ലെ. ഈ ഇക്വേഷൻ ആണ് ഇവിടുത്തെ സെൽഫ് അയോണൈസേഷൻ അല്ലെങ്കിൽ ഓട്ടോ പ്രോട്ടോളിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആർക്കുള്ള പ്രോപ്പർട്ടിയാണ്? വാട്ടറിനുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ വാട്ടർ മോളിക്യൂൾസ് പരസ്പരം ചേർന്നുകൊണ്ട് എന്തായിട്ട് മാറുന്നു? ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും മാറുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതേ നമ്മൾ ഓട്ടോ പ്രോട്ടോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഇത് വാട്ടറിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്തത് ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. എന്താണ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ ഇലക്ട്രോളിസിസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിഘടിപ്പിക്കുക, ഡീകമ്പോസിഷൻ ചെയ്യിപ്പിക്കുക അല്ലെ? അതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോളിസിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഹൈ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്, നമ്മൾ പറഞ്ഞു നമ്മുടെ വാട്ടറിന് മറ്റ് ലിക്വിഡ്സിനെ അപേക്ഷിച്ചുകൊണ്ട് സ്പെസിഫിക് ഹീറ്റ് കൂടുതലാണ്, സർഫസ് ടെൻഷൻ കൂടുതലാണ്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുതലാണ്. നമ്മൾ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളായിരുന്നു അല്ലേ? അപ്പോ ഇവിടെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് വാട്ടറിന് കൂടുതലായതുകൊണ്ട് ഇറ്റ് ഹാസ് എ വെരി സ്ട്രോങ് ഹൈഡ്രേറ്റിംഗ് ടെൻഡൻസി. അവരുടെ ഹൈഡ്രേറ്റിംഗ് ടെൻഡൻസി എങ്ങനെയായിരിക്കും? ഹൈഡ്രേറ്റിംഗ് ടെൻഡൻസി എന്ന് പറയുമ്പോൾ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ അല്ലേ, ആ ടെൻഡൻസി എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇറ്റ് ഡിസോൾവ് മെനി അയോണിക് കോമ്പൗണ്ട്. അപ്പൊ ധാരാളം, അപ്പൊ നമ്മൾ ബെൻസിന്റെ ഡിസോൾവ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അസറ്റോണിൽ അങ്ങനെ ഡിസോൾവ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പഠിച്ചിട്ട്, അതേപോലെ തന്നെ വാട്ടർ ധാരാളം കോമ്പൗണ്ട്സിനെ, പ്രത്യേകിച്ച് ധാരാളം അയോണിക് കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. However, certain covalent and some ionic compounds are hydrolyzed in water. ഓക്കെ അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോവാലന്റ് അയോണിക് കോമ്പൗണ്ടുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിൽ ഹൈഡ്രോളിസിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് P4O10 + 6H2O gives H3PO4 അല്ലെ, ഫോസ്ഫോറിക് ആസിഡ് കിട്ടുന്നു. അതുപോലെ തന്നെ സിലിക്കൺ ടെട്രാക്ലോറൈഡ് ആണ് SiCl4 എന്ന് പറയുന്നത്. അത് വാട്ടറുമായിട്ട് റിയാക്ഷൻ ചെയ്തിട്ട് സിലിക്കൺ ഡൈ ഓക്സൈഡും HCl ഫോം ചെയ്യുന്നു. നൈട്രജൻ അല്ലെ N3- + 3H2O അമോണിയ NH3 + 3OH-. ഇതെന്താണ് കാണിക്കുന്നത്? അവരുടെ ഹൈഡ്രോളൈസേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളൈസിങ് പവറിനെയാണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ ധാരാളം കോവാലന്റ് അയോണിക് കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാട്ടറിൽ ഹൈഡ്രോളിസിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ നമ്മുടെ ടോപ്പിക്കില് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു സിലബസിൽ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ, അതിന്റെ റിമൂവൽ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ. എങ്ങനെയാണ് നമുക്ക് എന്താണ് ഈ ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ എന്താണ് ഈ സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്? എന്താ ഹാർഡ് വാട്ടർ, എന്താ സോഫ്റ്റ് വാട്ടർ? നമുക്കൊരു സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ തുണിയൊക്കെ തിരുമ്പാൻ വേണ്ടി നമ്മൾ സോപ്പൊക്കെ നമ്മൾ നന്നായിട്ട്, സോപ്പ് പൊടിയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് പതപ്പിക്കില്ലേ? അപ്പോ നമ്മുടെ ലാദർ നമുക്കറിയാലേ, സോപ്പിന്റെ ലാദർ, അതാണ് പത എന്ന് പറയുന്നത്. അപ്പൊ ലാദർ ഫോം ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് സോഫ്റ്റ് വാട്ടറും ലാദർ ഫോം ചെയ്യാത്ത വാട്ടർ ഹാർഡ് വാട്ടറും ആയിരിക്കും. ഓക്കെ അല്ലെ. മനസ്സിലായല്ലോ. അപ്പൊ സിംപിളി പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്, ലാദർ ഫോം ചെയ്യുന്ന വാട്ടർ സോഫ്റ്റ് വാട്ടറും ലാദർ ഫോം ചെയ്യാത്ത വാട്ടർ ഹാർഡ് വാട്ടറും ആയിരിക്കും അല്ലെ. ഇപ്പൊ നമ്മള് ഓരോ സ്ഥലത്ത് ചില കിണറത്തെ വെള്ളങ്ങൾ അല്ലെ, അല്ലെങ്കിൽ പുഴയത്തെ വെള്ളം അപ്പൊ ഓരോ സ്ഥലത്ത് നമുക്ക് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് വാട്ടർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ തുണിയൊക്കെ അലക്കുമ്പോൾ നമുക്ക് കുറച്ച് സോപ്പ് പൊടിയൊക്കെ എടുത്ത്, നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. കുറച്ച് സോപ്പ് പൊടി എടുത്തിട്ട് വെള്ളത്തിൽ നമ്മൾ ലയിപ്പിച്ചു കഴിഞ്ഞിട്ട് അതിൽ ലാദർ ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കുക. ലാദർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ് വാട്ടറും, ഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഹാർഡ് വാട്ടർ ആയിരിക്കും. ഓക്കെ അല്ലെ. ഇനി ഈ ഒരു ഹാർഡ്നെസ്സിന് കാരണം അല്ലെങ്കിൽ ഈ ഒരു ഇതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വാട്ടർ വിച്ച് കണ്ടെയ്ൻ സോൾട്ട് ഓഫ് മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം ഇൻ ദ ഫോം ഓഫ് ഹൈഡ്രജൻ കാർബണേറ്റ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റിനെ പറയുന്ന പേരാണ് ബൈകാർബണേറ്റ് എന്ന് പറയും. അതുപോലെ ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. അപ്പൊ എന്താ പറയുന്നത്? എന്താണ് ഹാർഡ് വാട്ടറിന് കാരണം? ഹാർഡ് വാട്ടറിന് കാരണം നമ്മുടെ മെഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും
ഓർത്ത് വെക്കണമേ. ആരുടെയൊക്കെയാണ്? മെഗ്നീഷ്യത്തിന്റെയും അല്ലെ, മെഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും അതുപോലെ തന്നെ കാൽഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകൾ, അതാണ് ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറഞ്ഞാലും ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ബൈകാർബണേറ്റുകൾ അതുപോലെ തന്നെ അവരുടെ ക്ലോറൈഡുകൾ അതുപോലെ സൾഫേറ്റുകൾ. ഓക്കെ അല്ലെ? അപ്പൊ മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, അതുപോലെ കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യത്തിന്റെ ക്ലോറൈഡ്, കാൽഷ്യത്തിന്റെ സൾഫേറ്റ്. ഓക്കെ, ഇവര് അടങ്ങിയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് വാട്ടറിൽ എന്തുണ്ട്? ഹാർഡ് വാട്ടർ എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും? യെസ്, ബൈകാർബണേറ്റ്സ് അല്ലെങ്കിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ സൾഫേറ്റ്സ് ഓഫ് മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. ഓക്കെ അല്ലേ? അവരെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് വിളിക്കുന്നത്. ഇനി ആ ഹാർഡ് വാട്ടറിന്റെ ആ ഒരു ഇത് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഹാർഡ് വാട്ടർ ഒരിക്കലും എന്ത് ഫോം ചെയ്യില്ല? ലാദർ ഫോം ചെയ്യില്ല. വാട്ടർ ഫ്രീ ഫ്രം സൊല്യൂബിൾ സാൾട്ട് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ഈസ് നോൺ ആസ് സോഫ്റ്റ് വാട്ടർ ആൻഡ് ഇറ്റ് ഫോംസ് ലാദർ വിത്ത് സോപ്പ് ഈസിലി. ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞു കഴിഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഈ ഹാർഡ് വാട്ടർ 2 തരത്തിലാണ് ഹാർഡ്നെസ് ഉള്ളത്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, മറ്റൊന്ന് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും. ഓക്കെ അല്ലെ? നമുക്കത് നോക്കിയാലോ. ഈ ടെമ്പററി ഹാർഡ്നെസ്സിനെയും പെർമനന്റ് ഹാർഡ്നെസ്സിനെയും നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഹാർഡ്നെസ്സിന് മെയിൻലി കാരണക്കാര് നമ്മുടെ മെഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും ബൈകാർബണേറ്റും ക്ലോറൈഡും സൾഫേറ്റും ആണ്. അതില് നമ്മുടെ ബൈകാർബണേറ്റുകൾ, കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാരൻ. പിടികിട്ടിയോ? അപ്പൊ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാരൻ ആരാണ്? കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബോയിൽ ചെയ്യാം, ചൂടാക്കാം, തിളപ്പിക്കുക. ചൂടാക്കല്ല, ചൂടാക്ക പറയുമ്പോൾ ഹീറ്റിംഗ് ആണ്. തിളപ്പിക്കുക നന്നായിട്ട്. അങ്ങനെ തിളപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെമ്പററി ഹാർഡ്നെസ്, അതായത് ഈ ബൈകാർബണേറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കാൽഷ്യം കാർബണേറ്റുകൾ, അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റുകൾക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്? ഈ ഒരു ഇയാളെ നമുക്ക് റിമൂവ് ചെയ്യാം. ആരെ നമുക്ക് റിമൂവ് ചെയ്യാം? അതായത് ഇതിന്റെ ഒരു ഹാർഡ്നെസ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ ഹാർഡ്നെസ്സിന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് കാൽഷ്യത്തിന്റെ കാർബണേറ്റുകൾ അല്ലെ, കാൽഷ്യം കാർബണേറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കാൽഷ്യം കാർബണേറ്റുകൾ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാർഡ്നെസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ബൈകാർബണേറ്റിനെ റിമൂവ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ബൈകാർബണേറ്റിനെ റിമൂവ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? ചൂടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ? ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്നെസ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ഹാർഡ്നെസ്സിൽ മെയിൻലി നമ്മുടെ ആരാണ്? നമ്മുടെ ക്ലോറൈഡുകളും സൾഫേറ്റ് ഒക്കെയാണ് പെർമനന്റ് ഹാർഡ്നെസ്സിൽ വരുന്നത്. ഓക്കെ, പെർമനന്റ് ഹാർഡ്നെസ്സിൽ വരുന്നത് ക്ലോറൈഡും സൾഫേറ്റും ആണ്. അപ്പൊ ഈ ക്ലോറൈഡിനെയും സൾഫേറ്റിനെയൊക്കെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ബോയിൽ ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഡിസ്റ്റിലേഷൻ പ്രോസസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ സോഡിയം അലുമിനിയം സിലിക്കേറ്റ് ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്കൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നിട്ടുള്ള മെത്തേഡ് നമുക്കൊന്ന് വായിച്ചു നോക്കി നോക്കാം. ബോയിലിംഗ്. ഡ്യൂറിംഗ് ബോയിലിംഗ് ദ soluble magnesium bicarbonate is converted into insoluble magnesium hydroxide and calcium bicarbonate is changed to insoluble calcium carbonate. This precipitate can be removed by filtration. Filtrate thus obtained is a hard water. Okay,
അപ്പൊ എന്താ പറയുന്നത്, നമുക്ക് ബോയിലിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ബോയിലിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടെമ്പററി ഹാർഡ്നെസ്സിനെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ ബോയിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, ഈ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാരൻ ബൈകാർബണേറ്റ് ആണല്ലോ. അപ്പൊ ബൈകാർബണേറ്റിലെ കാൽഷ്യം ബൈകാർബണേറ്റും മെഗ്നീഷ്യം ബൈകാർബണേറ്റും. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഈ മെഗ്നീഷ്യം ബൈകാർബണേറ്റ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ടും കാൽഷ്യം ബൈകാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലെ? കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ബൈകാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് ആയിട്ടും ദാ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ വെറുതെ എടുത്ത് പറയുന്നതല്ല കേട്ടോ, അത് അവിടെ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. എവിടെ തന്നിട്ടുണ്ടെന്ന് പറയുന്നത്, ഈ മെഗ്നീഷ്യം കാർബണേറ്റ് വന്നിട്ട് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ കാൽഷ്യം ബൈകാർബണേറ്റ് വന്നിട്ട് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എന്ത് ചെയ്യുന്നു, ഇത് ഒരു ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ കാൽഷ്യം കാർബണേറ്റും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഇൻസൊല്യൂബിൾ ആണ്. അപ്പൊ അതെന്ത് ചെയ്യും, താഴത്ത് വന്ന് അടിഞ്ഞുകൂടില്ലേ? അപ്പൊ താഴത്ത് വന്ന് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ നമുക്കത് ഫിൽട്ടർ ചെയ്ത് കളയാലോ. അപ്പൊ ഫിൽട്ടർ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ആ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, ഫിൽട്രേറ്റ്. ആ ഫിൽട്രേറ്റിനെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്നല്ലാട്ടോ ഇവിടെ വരുന്നത്. പകരം എന്ത് വരും, ഇവിടെ സോഫ്റ്റ് വാട്ടർ എന്ന് വരും. ഇറ്റ് ഈസ് എ സോഫ്റ്റ് വാട്ടർ കേട്ടോ, ഹാർഡ് വാട്ടർ അല്ല, സോഫ്റ്റ് വാട്ടർ. അപ്പൊ പിടികിട്ടിയോ? അപ്പൊ ബൈകാർബണേറ്റിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞു, ബോയിലിംഗ് പറഞ്ഞു. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആയല്ലോ അല്ലെ? മനസ്സിലായല്ലോ അല്ലെ? പറഞ്ഞു കഴിഞ്ഞ കാര്യം ഓക്കെ. ഞാൻ മനസ്സിലായോ? കാൽഷ്യം ബൈകാർബണേറ്റും മെഗ്നീഷ്യം ബൈകാർബണേറ്റുമാണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണക്കാര്. സോ ആ ഒരു ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബോയിലിംഗ് ആണ്. നമ്മൾ ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് മെഗ്നീഷ്യം ബൈകാർബണേറ്റ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ടും കാൽഷ്യം ബൈകാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റുമായിട്ടാണ് മാറുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവർ ഇൻസോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ ഇവർ അടിയിൽ വരും. ആ പ്രസിപ്പിറ്റേറ്റിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഫിൽട്രേറ്റ് ഇല്ലേ, ആ ഫിൽട്രേറ്റ് ആണ്. ഓക്കെ. ഇനി അടുത്തതാണ് നമ്മുടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈം എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലിമിറ്റഡ് എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു, വിച്ച് പ്രസിപ്പിറ്റേറ്റ്സ് ഔട്ട് കാൽഷ്യം. ഒരു മിനിറ്റ്. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാൽഷ്യം കാർബണേറ്റിലേക്ക് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. നേരത്തെ ഞാൻ കാൽഷ്യം കാർബണേറ്റ് എന്നാ പറഞ്ഞു തോന്നുന്നു അല്ലെ? അപ്പൊ അതിന്റെ മിസ്റ്റേക്ക് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ലൈമ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റ് ഏതാണ്, കാൽഷ്യം കാർബണേറ്റ് ആണ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമ്മൾ മെഗ്നീഷ്യം അല്ലെ, മെഗ്നീഷ്യത്തിലേക്ക് നമ്മൾ ഈ ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്തും അവിടെ എന്തുണ്ടാവുന്നു, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതും ഇതേപോലെ ഇൻസോല്യൂബിൾ ആയിട്ട് അടിഞ്ഞു കൂടുന്നു. അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. ആ ഫിൽട്രേറ്റ് ആണ് സോഫ്റ്റ് വാട്ടർ. അപ്പൊ ഓർത്തല്ലോ. അപ്പം നമ്മുടെ ലൈമും ബോയിലിംഗും ചെയ്ത് കഴിഞ്ഞാൽ, ലൈം ആഡ് ചെയ്യുക, ബോയിലിംഗ് ചെയ്യുക, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ അല്ലെ? ഇനി പെർമനന്റ് ഹാർഡ്നെസ്സിൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല അല്ലെ? ട്രീറ്റ്മെന്റ് വിത്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, ട്രീറ്റ്മെന്റ് വിത്ത് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ ഏത് വരും, നമ്മുടെ സോഡിയം കാർബണേറ്റ് വരില്ലേ? അപ്പൊ ഈ സോഡിയം കാർബണേറ്റുമായിട്ടും വാഷിംഗ് സോഡ റിയാക്ട് വിത്ത് സൊല്യൂബിൾ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് ടു ഫോം ഇൻസൊല്യൂബിൾ കാർബണേറ്റ്. ഓക്കെ അല്ലെ? അതുപോലെ തന്നെ നമ്മൾക്ക് കാൽഗൺസ് മെത്തേഡ് എന്ന് പറയും. അതായത് സോഡിയം ഹെക്സാ മെറ്റാ ഫോസ്ഫേറ്റ്
കൊമേഴ്ഷ്യലി നോൺ ആസ് കാൽഗൺ എന്ന് പറയും. വെൻ ആഡഡ് ടു ഹാർഡ് വാട്ടർ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ആനയോൺസ് വിച്ച് കീപ് Mg2+ ആൻഡ് Ca2+ അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് വാഷിംഗ് സോഡ ആഡ് ചെയ്യുക, സോഡിയം കാർബണേറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പിന്നെ സോഡിയം അലുമിനിയം സിലിക്കേറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്. ഈ 3 പ്രോസസ്സ് വഴി നമുക്ക് പെർമനന്റ് ഹാർഡ്നെസ്സിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓർത്ത് വെക്കുക. അപ്പൊ എന്തൊക്കെയായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? മറ്റേതിൽ ബോയിലിങ്ങും കാൽഷ്യം ഏതായിരുന്നു? ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. ഇവിടെ സോഡിയം കാർബണേറ്റ്, ഡിസ്റ്റിലേഷൻ, സോഡിയം അലുമിനിയം സിലിക്കേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പെർമനന്റ് ഹാർഡ്നെസ്സിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അത് കണ്ടോ, അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. വെൻ സോഡിയം അലുമിനിയം സിലിക്കേറ്റ് ഈസ് ആഡഡ് ടു ഹാർഡ് വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ സിന്തറ്റിക് റെസിൻ മെത്തേഡ് ആണ്. Nowadays hard water is softened by using synthetic cation exchangers. This method is efficient than zeolite process. Okay അല്ലേ? ഈസി ആണല്ലേ? അപ്പൊ മെയിൻലി ഓർത്ത് വെക്കണേ, ഈ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പെർമനന്റും ടെമ്പററി അത് നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. റിയാക്ഷൻസ് അടക്കം നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? അടുത്തതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണ്. അതായത് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഹൈഡ്രജൻ എന്നുള്ള ഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെ. ആൻഡ് ഇമ്പോർട്ടന്റ് കെമിക്കൽ യൂസ്ഡ് ഇൻ ദ പൊല്യൂഷൻ കൺട്രോൾ ട്രീറ്റ്മെന്റ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് അല്ലെ. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും? ഒന്ന്, ബേരിയം പെറോക്സൈഡിനെ BaO2.8H2O നമ്മൾ എന്ത് ചെയ്യുന്നു? അസിഡിഫൈ ചെയ്യുന്നു. അപ്പൊ H2SO4 റിയാക്ഷൻ നടത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിലുള്ള എക്സസ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. എങ്ങനെയാണ്? ബൈ വേപ്പറേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഗീവ്സ് H2O2. സിമ്പിൾ അല്ലേ? അപ്പൊ ബേരിയം പെർ ഓക്സൈഡിനെ നിങ്ങൾ ഹൈഡ്രജൻ പെർ ഓക്സൈഡ് എങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ പഠിക്കുന്നത്. അപ്പൊ ബേരിയം പെർ ഓക്സൈഡ് നമ്മൾ അസിഡിഫൈ ചെയ്യുമ്പോൾ അതിൽ എക്സസ് ആയിട്ടുള്ള വാട്ടറിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. എങ്ങനെ ചെയ്യുന്നു റിമൂവ് ചെയ്യുന്നത്? ഏത് പർപ്പസ് വഴിയാണ്? യെസ്, ഇവാപ്പറേഷൻ ബൈ റെഡ്യൂസ്ഡ് പ്രഷർ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആവശ്യക്കാരനായിട്ടുള്ള H2O2 കിട്ടുന്നു. പിന്നെ എന്ത് ചെയ്യാൻ നമുക്ക്? പെറോക്സോ ഡൈസൾഫേറ്റ് അല്ലെ, പെറോക്സോ ഡൈസൾഫേറ്റ് ഓൺ ഹൈഡ്രോളിസിസ് ഈൽഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെ, H2O2 നമുക്ക് കിട്ടുന്നു. ഓക്കെ അല്ലെ? അപ്പൊ ഇതിൽ തന്നിട്ടുണ്ട് കേട്ടോ, റിയാക്ഷൻസ് ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട്. HO3SOO SO3H അല്ലെ, ഇതാണ് നമ്മുടെ പെറോക്സോ ഡൈസൾഫേറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് HSO4 കിട്ടുന്നു, 2 ഹൈഡ്രജൻ കിട്ടുന്നു, ഒപ്പം H2O2 കിട്ടുന്നു. ഇൻഡസ്ട്രിയലി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി ഓട്ടോ ഓക്സിഡേഷൻ ഓഫ് 2-alkyl lanthraquinol. In this case, 1% H2O2 is formed. It is extracted with water and concentrated to 30% pressure. It can be further concentrated to 85% by careful distillation under low pressure. The remaining water can be frozen out to obtain പ്യുവർ H2O2. അപ്പൊ ഇതൊക്കെ ലാബിലുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞത്. ഇൻഡസ്ട്രിയലി നമുക്ക് എങ്ങനെയാണ് നമുക്ക് H2O2 പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഓക്സിഡേഷൻ ചെയ്യാം. ആരെയാണ് ഓട്ടോ ഓക്സിഡേഷൻ ചെയ്യുന്നത്? 2-alkyl അല്ലെ, 2-alkyl anthraquinols നമ്മൾ ഓട്ടോ ഓക്സിഡേഷൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 1% H2O2 കിട്ടുന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 30% നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, മാറ്റുന്നു. ഇറ്റ് ക്യാൻ ബി ഫർദർ കോൺസെൻട്രേറ്റഡ് ടു 85%. എങ്ങനെയാണ്? ഡിസ്റ്റിലേഷൻ വഴി അല്ലെ, ലോ പ്രഷറിൽ കെയർഫുള്ളി നമ്മൾ ഡിസ്റ്റിലേഷൻ ചെയ്തിട്ടാണ് 85% നമ്മൾ മാറ്റുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റിമൈനിങ് വാട്ടറിനെ നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് H2O2 കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ പ്യുവർ സ്റ്റേറ്റ് അല്ലെ, പ്യുവർ സ്റ്റേറ്റില് H2O2 എന്ന് പറയുന്നത് എന്താണ്? വെരി പെയിൽ ബ്ലൂ ലിക്വിഡ് ആയിരിക്കും, വിത്ത് എ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് 272.4 Kelvin, ബോയിലിംഗ് പോയിന്റ് 423 Kelvin ആണ്. It is miscible in water in all proportion and it form hydrates അല്ലെ. A 30% solution of H2O2 is marketed as 100 volume hydrogen peroxide. ഓക്കെ അല്ലേ? അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ്
പോയിന്റ് തന്നിട്ടുണ്ട്. അതൊരു പെയിൽ ബ്ലൂ ലിക്വിഡ് ആണെന്ന് പറയാൻ പറ്റും. മിസിബിൾ ഇൻ വാട്ടർ ആണ് അല്ലെ. അതുപോലെ തന്നെ അത് ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. H2O2ന്റെ 30% സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ 100 വോളിയം ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ബോത്ത് അസിഡിക് ആൻഡ് ആൽക്കലൈൻ മീഡിയം അല്ലെ. ഓക്സിഡൈസിങ് ആക്ഷൻ അസിഡിക് മീഡിയത്തിലുണ്ട്, റെഡ്യൂസിങ് ആക്ഷൻ അസിഡിക് മീഡിയത്തിലുണ്ട്, ഓക്സിഡൈസിങ് ആക്ഷൻ ബേസിക് മീഡിയത്തിലുണ്ട്, റെഡ്യൂസിങ് ആക്ഷൻ ബേസിക് മീഡിയത്തിലുണ്ട്. കേട്ടോ. അപ്പൊ ഓക്സിഡൈസിങ് ആക്ഷൻ ഇൻ അസിഡിക് മീഡിയം, റെഡ്യൂസിങ് ആക്ഷൻ ഇൻ ബേസിക് മീഡിയം. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിങ് ഏജന്റും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതിന്റെ റിലേഷൻസ് റിയാക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ യൂസസ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ യൂസസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? യൂസ്ഡ് ആസ് എ ഹെയർ ബ്ലീച്ച്, നമുക്ക് ഹെയർ ബ്ലീച്ച് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ മൈൽഡ് ഡിസിൻഫെക്റ്റന്റ് ആണ്. പിന്നെ എന്താണ്, കെമിക്കൽസ്, പ്രീ കാർബണേറ്റ് കെമിക്കൽസിന്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പലതരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സിന്റെ സിന്തസിസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എൻവിറോൺമെന്റൽ കെമിസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ആരെ? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രിപ്പറേഷൻ നമ്മൾ നോക്കി, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നോക്കി, അതിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി, അതിനുശേഷം അതിന്റെ യൂസസ് നമ്മൾ പഠിച്ചു. എളുപ്പമല്ലേ? അടുത്തതാണ് ഹെവി വാട്ടർ. ഓക്കെ, അടുത്തതാണ് ഹെവി വാട്ടർ, D2O എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആൻഡ് ഇൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ്. നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലും എക്സ്ചേഞ്ച് റിയാക്ഷൻസിലും ഒക്കെ നമ്മൾ ഒരു മോഡറേറ്റർ ആയിട്ട് നമുക്ക് ഹെവി വാട്ടറിനെ യൂസ് ചെയ്യാം. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു? ഇലക്ട്രോളിസിസ് വഴി, എക്സോസ്റ്റീവ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആസ് ബൈ പ്രൊഡക്ഷൻ ഇൻ സം ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് അതർ ഡ്യൂട്ടീരിയം കോമ്പൗണ്ട്. ഓക്കെ, റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഡൈഹൈഡ്രജനെ ഒരു ഫ്യൂൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ഹൈഡ്രജൻ റിലീസസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് ഓൺ കമ്പഷൻ. അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ കമ്പഷൻ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജനിൽ നിന്നും ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് റിലീസസ് മോർ എനർജി ദാൻ പെട്രോൾ. പെട്രോളിനെക്കാട്ടിലും ധാരാളം എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ത്രൈസ്, 3 ഇരട്ടി ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ദ ഓൺലി പൊല്യൂട്ടന്റ് ആർ ഓക്സൈഡ് ഓഫ് നൈട്രജൻ വിച്ച് ക്യാൻ ബി റെഡ്യൂസ്ഡ് by injecting a small amount of water in the cylinder to lower temperature. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിലൊരു പൊല്യൂട്ടന്റ് ആയിട്ട്, ഇപ്പൊ നമ്മളൊരു പൊല്യൂഷൻസ് വരാൻ ചാൻസ് ഉള്ളത് നൈട്രജന്റെ ഓക്സൈഡുകളാണ്. അത് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? നമുക്ക് കുറച്ച് വാട്ടർ, നമ്മൾ കുറച്ച് വാട്ടറിലേക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടറിൽ ലോ ടെമ്പറേച്ചറിൽ കുറച്ച് വാട്ടർ നമുക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലെ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രജനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂൽ ആയിട്ടൊക്കെ നമുക്ക് ഇനി യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ അല്ലെ, മനസ്സിലായല്ലോ അല്ലെ. യെസ്, ഇത്രയാണ് നമ്മുടെ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഹൈഡ്രജൻ എന്നുള്ള ഭാഗം അല്ലെ. ഈസിയല്ലേ പഠിക്കാനായിട്ട്? ഹൈഡ്രജൻ എന്നുള്ള ഭാഗം നമുക്ക് നോക്കാനായിട്ടും എളുപ്പമാണ്. അപ്പൊ നമ്മുടെ നമ്മുടെ +2 +1 ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് തെറ്റിക്കാനും എളുപ്പമുള്ള ഭാഗങ്ങളാണല്ലേ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഹൈഡ്രജന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഭാഗം അല്ലെ. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് മാറിപ്പോവാനുള്ള ചാൻസസ് ഒക്കെ നമുക്ക് കൂടുതലാണ് അല്ലെ. അതുപോലെ വാട്ടറിന്റെ ഭാഗം, പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഭാഗം, ഇതൊക്കെ എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിക്കാം കേട്ടോ. വർക്ക്ഔട്ട് ചെയ്ത മീൻസ് നോട്ട് ചെയ്ത് പോയിന്റ്സ് ആയിട്ട് നമ്മൾ തന്നിട്ടുള്ളത്, നമ്മുടെ നോട്ട്സിലെ നമ്മൾ പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേറെ PDF അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടെക്സ്റ്റ് അവൈലബിൾ ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ധാരാളം പോയിന്റ്സ് കിട്ടുന്നതൊക്കെ മാർക്ക് ചെയ്യുക, നോട്ട് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഇരുന്ന് പഠിക്കാം കേട്ടോ. അപ്പോ മൈന്യൂട്ട് ആയിട്ടുള്ള നമുക്ക് ഒരു കൺഫ്യൂഷൻ വന്നാൽ വരെ നമുക്ക് ഈസി ആയിട്ട് തെറ്റിപ്പോകുന്ന ഭാഗമാണ്. സിമ്പിൾ ആണെങ്കിലും ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഒരു സംശയമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക, അതിന്റെ ആൻസേഴ്സ് നന്നായിട്ട് നോക്കുക. ഓക്കെ, മനസ്സിലായല്ലോ തന്ന കാര്യം? ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. നമ്മൾ നോട്ട്സ് അയച്ചു തരുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ശരി എന്നാ കേട്ടോ. താങ്ക് യു.